പുൽമേട്ടിലൂടെ ഇങ്ങനെ നടന്ന് വെള്ളിലേക്ക് കയറുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പുൽമേട്ടിന്റെ പ്രത്യേകത എന്താന്ന്, നമ്മളിങ്ങനെ അറിയാണ്ട് കയറി പോകും. എന്നിട്ട് പിന്നെ നോക്കുമ്പോൾ അടുത്ത് കുന്നു കാണും. അപ്പോൾ അതും അറിയാണ്ട് കയറും. അതാണ് ഇവിടുത്തെ ഒരു വിശേഷം. ഇവിടെ നല്ല ഏത് പുൽമേടാണെങ്കിലും അങ്ങനെയാണ്. പിന്നെ എൻ്റെ ശ്രദ്ധ മുഴുവൻ അപ്പുറത്തെ പുൽമേടിന്റെ മേളിലാണ്. അത് കാട്ടുപോത്താണെന്നാണ് ഞാൻ ആദ്യം ധരിച്ചത്. കാര്യം അത്രയും ദൂരമല്ലേ. പക്ഷെ ഇപ്പൊ നോക്കൂ, അത് വലുതായി വരുന്നു. അത് ആനയാണ്. 2 ആനയായി. ഒന്നെന്നുള്ളത് 2 പേരായി കഴിഞ്ഞു. 2 ആനകളാണ്. തീരുമാനമായി. ഞാൻ ആലോചിക്കുകയായിരുന്നു. ആക്ച്വലി ഞാൻ താഴെ നിന്നിട്ട് അങ്ങോട്ട് കയറണോ ഇങ്ങോട്ട് കയറണോ എന്നൊരു തോട്ട്. അതായത് ഈ പുൽമേട് കയറി, ഇത് കേരള മേട്, ഇവിടെ കയറണോ അത് തമിഴ്നാടിന്റെ പുൽമേടാണ്, അങ്ങോട്ട് കയറണോ എന്ന് ആലോചിച്ചു. കാര്യം അവിടെ വാച്ച് ടവറൊക്കെ അവിടെയല്ലേ. പക്ഷേ ഞാൻ വിചാരിച്ചല്ല, വേണ്ട, നമുക്ക് കേരള മേഡിൽ തന്നെ കയറാം. അവിടെ ഒരു പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കയറി നിൽക്കുന്ന പോയിന്റ് വരെ എത്തി. നടന്ന് അങ്ങോട്ടാണ് കയറിയിരുന്നെങ്കിൽ ഇപ്പോൾ ആന നിൽക്കുന്ന ഭാഗത്ത് ഞാൻ എത്തിയേനെ. ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു. അവിടെ നേരെ കയറി ചെല്ലുന്ന ആനയുടെ ഫ്രണ്ടിലല്ലേ, എങ്ങോട്ട് ഓടും. അവൻ കാല് വെച്ചൊരു തട്ട് തന്ന് ഞാൻ താഴേക്ക് ഉരുണ്ടിട്ട് പോരേണ്ടി വരും. ഒന്നാലേക്ക് എന്ത് ഭാഗ്യമല്ലേ. നമുക്ക് ഇത്ര ദൂരം നിന്ന് കണ്ടപ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ ആനയെ കാണണമെന്ന് ആഗ്രഹിച്ചു. ഇത്ര ദൂരെ കാണുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കയറിയത് പോലെ ഇത്രയും ദൂരം കയറിയാൽ മതി അവിടെ എത്തിയേനെ. ആ ഭാഗത്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ ചെന്ന് കയറുന്നത് ആനയുടെ ഫ്രണ്ടിലായിരുന്നു തന്നെ. 2 പേര് അവിടെ നിൽക്കുന്നുണ്ടല്ലേ. ഓ, രക്ഷപ്പെട്ടു. നമുക്കിനി ഇവിടെ നിന്ന് കയറി ഇനി അടുത്തത് ഈ പുൽമേട് തീർന്നു. ഇനി അടുത്തൊരു സെറ്റ്, അടുത്ത വലുത്, ഇതിനെക്കാട്ടിലും പൊക്കമുള്ളൊരു പുൽമേട്, അങ്ങോട്ട് കയറാൻ പോവാണ്. എന്ത് കാറ്ററിയാം. ഇപ്പൊ നല്ല സണ്ണിങ്ങനെ ആ ഉച്ചവെയിലിന്റെ ഒരു കാഠിന്യം കുറഞ്ഞു. ഈവനിങ് സമയം ആയി കഴിഞ്ഞിരിക്കുകയാണ്, വൈകുന്നേരം. അപ്പൊ സൺസെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആരംഭം. ഇപ്പൊ നല്ല തണുത്ത കാറ്റ്. ഞാൻ ഇനി വീണ്ടും മുകളിലേക്ക്, ആ പുൽമേടിന്റെ മുകളിലേക്ക് കയറാൻ പോകണം. അപ്പൊ ഇത്രയും ദൂരം കൂടി കയറാൻ പോകണം, ആ ഒരു കയറ്റം കൂടി. ഇപ്പൊ റിവേഴ്സിലാണ് നടക്കുന്നത്. ആനയും കണ്ടുകൊണ്ട് പുറകോട്ട് പോവാണ്. അതിന്റെ മേളിൽ വരെ കയറാം. എവർഗ്രീൻ ഫോറസ്റ്റിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോ. അതായത് നമുക്ക് എല്ലാ തരം ടോപ്പോഗ്രാഫി ഇവിടെ കാണാം എന്നുള്ളതാണ്. അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഭാഗം എന്താണ്, ഇത് ഗ്രാസ് ലാൻഡ്, അതാണ് പുൽമേട് എന്ന് പറയുന്നത്. ഇങ്ങനെ കിടക്കുന്നു. അതിന്റെ ഇങ്ങനെ പല പല പുൽമേടുകൾക്കിടയിൽ കാണുന്ന, അതായത് 2 മലകൾക്കിടയിൽ കാണുന്ന ഒരു വാലി പോലെയുള്ള സ്ഥലം. അതായത് മലയിടുക്കുകൾ, 2 മലകൾ ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗം. അവിടെ ഒരു ചെറിയൊരു താഴ്വാരം പോലെയാണല്ലോ, കുഞ്ഞു വാലി പോലെ. ആ ഭാഗത്ത് നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് പോലെ കാണും. നിറയെ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കാണും, നല്ല പച്ചപ്പില്. കാര്യം എന്താ വെച്ചാൽ അതിനാണ് ഷോള ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഷോള ഫോറസ്റ്റ് വരുന്ന കാര്യം, ആ ഭാഗങ്ങളിൽ നല്ല വെള്ളമുണ്ട്, അതായത് വാട്ടർ റിസോഴ്സസ് ഉണ്ടെന്നുള്ളതിന്റെ സൂചനയാണ്. അതുകൊണ്ട് അവിടെ ധാരാളമായിട്ടും മരങ്ങൾ വളരും. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള വളർച്ചയാണ്. ഇതാണ് ഇന്ന് ഷോള ഫോറസ്റ്റുകളുടെ പ്രത്യേകത. അപ്പോൾ ഷോള ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, അല്ലാത്ത ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഏരിയാസ്, ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് ഈ എവർഗ്രീൻ ഫോറസ്റ്റ്. അപ്പോൾ ഈ ഷോള ഏരിയയിൽ ഇതിങ്ങനെയാണ് ഇതിന്റെ ഒരു ഉത്ഭവം. ഇത് നമ്മൾ പറയില്ലേ, എന്താ പറയുക, നദീതട സംസ്കാരം എന്ന് പറയും. നദി എന്ന് പറയുമ്പോൾ വെള്ളമുള്ള ഭാഗങ്ങൾ, നദിയുടെ കരകളിലാണ് സിവിലൈസേഷൻ ഉണ്ടാകുന്നത്. ആളുകൾ സെറ്റിൽ ചെയ്യുന്നു, ആളുകൾ താമസിക്കുന്നു. പണ്ട് മുതൽക്കേ ഉള്ള നമ്മുടെ ഒരു ജീവിത രീതി അങ്ങനെയാണല്ലോ സിവിലൈസേഷൻ ഉണ്ടാകുന്നത്. കുറെ ആൾക്കാർ അവിടെ താമസിക്കുന്നു. കാര്യം വെള്ളം എവിടെയുണ്ടോ അവിടെ ജനവാസം ഉണ്ടാകും, അവിടെ കൃഷി ഉണ്ടാകും എന്ന് പറയുന്ന പോലെ ഇത് കാടിന്റെ ഒരു അവസ്ഥയാണ്. വനങ്ങൾ എങ്ങനെ രൂപീകരിക്കപ്പെടുന്നു, അങ്ങനെയൊക്കെ. അതുപോലെ ഇങ്ങനെ 2 പുൽമേടുകൾക്കിടയിൽ ഉണ്ടാകുന്ന ആ വെള്ളത്തിന്റെ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു ഉത്ഭവം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രസൻസ്, വെള്ളമുള്ളത് കൊണ്ട് അവിടെ മരങ്ങൾ വളരുന്നു. അതൊരു ഷോള ഏരിയയാണ്, ഷോള ഫോറസ്റ്റ്. കണ്ടില്ലേ, അതിങ്ങനെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. അയ്യോ, വെയിലൊക്കെ നന്നായിട്ട് കുറഞ്ഞു തുടങ്ങി. ഇനി മുകളിലേക്ക് ഇച്ചിരി കൂടിയുണ്ട്, ഏറ്റവും നല്ലതായിട്ട് എത്തും. അങ്ങനെ കേരള മേടിന്റെ ഏതാണ്ട് ഉച്ചിയിലെത്താറായി എന്ന് പറയാം. ഏറ്റവും ടോപ്പ് പോർഷനിൽ ഏറ്റവും വെളിച്ചെന്നാൽ നല്ല കാറ്റ്, നല്ല ബ്യൂട്ടിഫുൾ വ്യൂവിന്റെ ഈ വ്യൂ എന്താന്ന് നോക്കൂ. ഞാൻ ഇത്രയും കയറിയത് കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും കാണാൻ സാധിച്ചില്ലേ. നമുക്ക് എന്നോടൊപ്പം നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ഡാം സൈറ്റ്, മലകൾ, മലനിരകൾ, ഇടയ്ക്കുള്ള ഷോള ഫോറസ്റ്റുകൾ. ഇപ്പോഴേ സൂര്യനൊക്കെ ഏതാണ്ട് അസ്തമിക്കാറായി, കോട ഇറങ്ങി തുടങ്ങി, മിസ്റ്റി ആയി കഴിഞ്ഞു കാര്യങ്ങൾ.
എൻ്റെ കമ്പ് വഴിയിൽ എവിടെയോ നഷ്ടപ്പെട്ടു. ഊന്ന് വഴി പോയി. അങ്ങനെ നമ്മൾ കേരളമേടിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഒന്നുമില്ല, ഇത് കഴിഞ്ഞ് ഇനി താഴേക്കുള്ള ഇറക്കം മാത്രമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ തന്നെ കാണുന്ന കാഴ്ച, അത് ഇവിടെ മുഴുവൻ ആനപ്പിണ്ടം ഉണങ്ങി കിടക്കുന്നു. അപ്പോൾ ഒരാഴ്ച മുന്നേ ഇവിടെ വന്ന ആനക്കൂട്ടങ്ങളുടെ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ആന വരുന്നത് മനസ്സിലായില്ലേ? ആ പുൽമേടിൻ്റെ മേളിൽ നമ്മൾ ആനയെ കണ്ടു. തമിഴ്നാടിൻ്റെ ഇതേ കേരളമേടിൻ്റെ ഫ്രണ്ടിൽ ആന വരുന്ന സ്ഥലമാണ് പുൽമേട് ടോപ്പിൽ. ഇനി ഇവിടെ നിന്നിട്ട് വേറൊരു പുൽമേട് നോക്കും അപ്പുറത്തെ സൈഡിൽ. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആരാ? ഒരു വലിയ കാട്ടുപോത്ത്. അയ്യോ, ഒരു തടിവാടൻ കാട്ടുപോത്ത് അതിൻ്റെ മേളിൽ മെലിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഏത് പുൽമേടിൻ്റെ മേളിലും ഏത് സമയത്ത് വേണമെങ്കിലും കാട്ടുപോത്തും ആനയും ഒക്കെ വരാമെന്ന് മനസ്സിലായല്ലോ. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തും ഒരു പക്ഷേ ഞാൻ കയറി വരുമ്പോൾ ഇവരെല്ലാം ഉണ്ടായിരുന്നേനെ, ഒന്നും പറയില്ല. പക്ഷെ ഇപ്പം ഇല്ല. അവിടെ നിന്നുകൊണ്ട് അവൻ എന്നെ നോക്കുകയാണ്. കണ്ടോ, ആരാണ് ഇപ്പുറത്തെ കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്നത്? എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്? ഇതേ ഹൈറ്റിലാണ് അവൻ അവിടെ നിൽക്കുന്നത്. ഞങ്ങൾ രണ്ട് ഓപ്പോസിറ്റ് കുന്നിൻ്റെ രണ്ട് പുൽമേടിൻ്റെ മുകളിലായിട്ട് ഇവിടെയും അവിടെയും നിന്ന് രണ്ട് നെയ്ബേഴ്സായിട്ട് നോക്കുകയാണ് പരസ്പരം. അതില്ലേ, അയ്യോ, അവൻ അവിടെ പുല്ല് കഴിക്കാനായിട്ട് വന്നാണ് പാവം. ഇപ്പോൾ സൂര്യാസ്തമയത്തിൻ്റെ ഒരു ഭംഗിയാണ് നമ്മൾ കാണുന്നത്. കണ്ടില്ലേ, മലനിരകൾക്ക് പിന്നിലായി സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ആ ഒരു അന്തരീക്ഷം, അതിൻ്റെ ഒരു മൂഡാണിപ്പോൾ. പിന്നെ ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. മൂൺ, അതും ഏതാണ്ട് ഫുൾ മൂൺ തന്നെയാണ്. അങ്ങനെ ഒരേ സമയം ചന്ദ്രനെയും സൂര്യനെയും ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു തെളിഞ്ഞ ആകാശം, മനോഹര. ഇതെന്താണ്? അയ്യോ, അങ്ങോട്ട് പോകും. നമ്മുടെ കാട്ടുപോത്തിൻ്റെ ബാക്കി വിശേഷങ്ങൾ. ഒരു കാട്ടുപോത്ത് ഇപ്പോൾ എത്ര കാട്ടുപോത്തായി നോക്കും, അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 4 പേരായി കഴിഞ്ഞു. വലുതും ചെറുതുമായിട്ട് 4 കാട്ടുപോത്ത്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരികയാണ്. ഇനി കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ആന വരും. ആന കുറേ കൂട്ടത്തോടെ വരും. ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇനി കൂടി വരും. പക്ഷെ നമ്മൾക്ക് അത്ര നേരം ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. കാര്യം സൂര്യാസ്തമയമായിക്കൊണ്ടിരിക്കണം. ലൈറ്റെല്ലാം കുറഞ്ഞ് വെളിച്ചം കുറഞ്ഞ് വരുമ്പോൾ നമ്മൾ എങ്ങനെ താഴേക്ക് ഇറങ്ങും? ആ ഒരു പ്രശ്നം കൂടി ഉണ്ട്. എന്നാലും ഈ കാഴ്ച എങ്ങനെ മിസ് ചെയ്യും? കണ്ടുകൊണ്ടേ നിൽക്കാൻ തോന്നുന്നു അല്ലേ? അതായത് ഒരു സേഫ് ഡിസ്റ്റൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. കാട്ടുപോത്തിനെ പേടിക്കുകയും വേണ്ട, കാട്ടുപോത്തിനെ കണ്ട് ആസ്വദിക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ കേരളമേടിൻ്റെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. ഇത് തമിഴ്നാടിൻ്റെ ഏരിയയിലേക്കാണ് നോക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച നോക്കൂ. ആ ഭാഗത്തൊക്കെയാണ് കോവൈ കുറ്റാലം എന്ന് പറയുന്ന ആ പ്രദേശം, വാട്ടർഫാൾസ് ഒക്കെ ഉള്ള സ്ഥലം. അതിൻ്റെ ഇപ്പുറത്ത് കോയമ്പത്തൂർ ആ ഭാഗങ്ങളൊക്കെയാണ് മെഡിക്കൽ കോളേജ്, തമിഴ്നാടിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനത്തെ. ഇതിപ്പോൾ കുറച്ച് കോട ഇറങ്ങിയിരിക്കുകയാണ്, മഞ്ഞ് ഇങ്ങനെ കുറച്ച് മിസ്റ്റി ആയിട്ട്, അതുകൊണ്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. പക്ഷേ ഈ താഴെ കാണുന്ന ആ പ്രദേശങ്ങളെല്ലാം തമിഴ്നാട്. അവിടെ നിന്നുള്ള റോഡ് വഴിയാണ് തമിഴ്നാട്ടിൽ നിന്നും ഈ ഭാഗത്തേക്ക് വരാൻ സാധിക്കുക. ഇവിടെ നമ്മൾ കണ്ടല്ലോ ബോർഡർ, തമിഴ്നാട് കേരള ബോർഡർ. ആ ബോർഡർ വരെ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് വരണമെങ്കിൽ ഈ റൂട്ടിലൂടെ അവർ സഞ്ചരിച്ചു വരുന്നത്. ഇങ്ങനെ നോക്കൂ, എന്താ ഭംഗി. കാഴ്ച, കാട്ടുപോത്തും അപ്പുറത്ത് ആനയും ഇപ്പുറത്ത് കുറേ മൃഗങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കും. എല്ലാവരും ഉണ്ട്. കാടിൻ്റെ പ്രദേശവും തിക്ക് ഡെൻസ് ഫോറസ്റ്റ്. എന്താ പറയണ്ടേ, ഒരു വൈകുന്നേരം അവസാനിപ്പിക്കാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഈ യാത്ര, ശിരുവാണി എന്ന് പറയുന്ന ഈ മനോഹരമായ ലൊക്കേഷനിലെ ഈ യാത്ര, ഈ മനോഹരമായ ഫോറസ്റ്റ് റേഞ്ച്, ഈ ഡാം സൈറ്റ്, ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം, ഭൂമിയിലെ സ്വർഗം പോലെ തോന്നിക്കുന്ന ഈ സ്ഥലം. അപ്പോൾ ഈ ഒരു മനോഹരമായ യാത്രയ്ക്ക് ഒരു പര്യവസാനം എന്ന് പറയുന്നത് ഈ വൈകുന്നേരം തന്നെയാണ്, സൂര്യാസ്തമയവും ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്ന ഈ സമയത്ത്. ഇനി കുറച്ച് നേരം ഞാൻ ഇങ്ങനെ കാറ്റെല്ലാം ആസ്വദിച്ച് ഇവിടെ നടക്കാൻ പോകുന്നു. ഇനി ഇവിടെ നിന്നും അത് കഴിഞ്ഞിട്ട് താഴേക്ക് പോകും, തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക്, അതായത് സൈലന്റ് വാലി, അടുത്ത ഡെസ്റ്റിനേഷൻ അതാണ്. അപ്പോൾ